ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 24-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IREDA ബാഗ്സ് ട്രിപ്പിൾ ഹോണേഴ്സ് അറ്റ് 14th PSC എക്സലൻസ് അവാർഡ്സ്. അപ്പോൾ 14ാമത്തെ PSC എക്സലൻസ് അവാർഡ്സിൽ IREDA ആണ് ട്രിപ്പിൾ ഹോണേഴ്സ് അവാർഡ് ജയിച്ചിരിക്കുന്നത്. IREDA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഫസ്റ്റ് പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അവർക്കാണ് ഹോണർ ചെയ്തിരിക്കുന്നത് 3 അവാർഡ്സ് അറ്റ് ദ 14th PSC എക്സലൻസ് അവാർഡ് സെറമണി ഓർഗനൈസ്ഡ് ബൈ ദ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് അത് ഓർഗനൈസ് ചെയ്തത് ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ദ കമ്പനി വൺ ഗോൾഡ് അവാർഡ്സ് ഇൻ എ മിനി രത്ന കാറ്റഗറി ഫോർ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഈ മേഖലയിലാണ് സമ്മാനം നേടിയത്. അഡീഷണലി IREDA റിസീവ്ഡ് സിൽവർ അവാർഡ്. 2 ഗോൾഡ് അവാർഡ്സ് കിട്ടിയത് മിനി രത്ന കാറ്റഗറികൾക്കാണ്. സിൽവർ അവാർഡ് കിട്ടിയത് ഓപ്പറേഷണൽ പെർഫോമൻസ് എക്സലൻസിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഒഡീഷ സോളാർ ഇൻവെസ്റ്റർ കോൺക്ലേവ്. IREDA സാങ്ഷൻസ് ഓവർ 3,000 crore rupees. CMD commits support for state 10 gigawatt renewable energy target. അപ്പോൾ ഒഡീഷ സോളാർ ഇൻവെസ്റ്റർ കോൺക്ലേവ് IREDA സാങ്ഷൻ ചെയ്തിരിക്കുകയാണ് 3,000 കോടി രൂപ. 3,000 കോടിയിലധികം രൂപയാണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. CMD ആണ് CMD കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. സപ്പോർട്ട് ഫോർ സ്റ്റേറ്റ് വിത്ത് 10 gigawatt റിന്യൂവബിൾ എനർജി ടാർഗറ്റോട് കൂടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ശ്രീ പ്രദീപ് കുമാർ ദാസ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്, ഡെലിവേർഡ് എ സ്പെഷ്യൽ അഡ്രസ് അറ്റ് ദ ഒഡീഷ സോളാർ ഇൻവെസ്റ്റർ കോൺക്ലേവ് ഓർഗനൈസ്ഡ് ബൈ GRIDCO in Bhubaneswar. Shri Das emphasized the pivotal role of accessible financing in accelerating renewable energy projects. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് പിന്നെ പറയുന്നത്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് IREDA reaffirmed its commitment to Odisha's ambitious renewable energy target, with the state setting its vision on achieving 10 gigawatt capacity by 2030. 2030 ആകുമ്പോഴേക്കും 10 gigawatt കപ്പാസിറ്റിയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, റിന്യൂവബിൾ എനർജി ടാർഗറ്റ്. പിന്നെ ഹൈലൈറ്റിംഗ് ഇറ്റ് സപ്പോർട്ട്, IREDA ഹാസ് ഓൾറെഡി സാങ്ഷൻഡ് ഓവർ 3,000 crores of rupees ഫോർ ഗ്രീൻ എനർജി പ്രൊജക്ട്സ് അക്രോസ് ഒഡീഷ, കവറിംഗ് സോളാർ, ഹൈഡ്രോ, എത്തനോൾ ആൻഡ് റിന്യൂവബിൾ എനർജി മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ ഫാർമേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 23rd December ആണ്. അപ്പോൾ എല്ലാ വർഷവും 23rd December ആണ് നാഷണൽ ഫാർമേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ലേബറേഴ്സ് November 2024. അപ്പോൾ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ലേബേഴ്സ് November 2024 വന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ അഗ്രികൾച്ചർ ലേബറേഴ്സ് ആൻഡ് റൂറൽ ലേബറേഴ്സ് ബേസ് 1986-87 പീരീഡാണ് 100 ആയിട്ട് എടുത്തിരിക്കുന്നത്. രജിസ്റ്റേർഡ് ആൻഡ് ഇൻക്രീസ് ഓഫ് 5 points each in months of November 2024, reaching levels of 1,320 and 1,331 respectively. The year-on-year inflation rates are based on CPI-AL and CPI-RL for the month of November 2024 were recorded 5.35% and 5.47%. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം, നിങ്ങൾക്കിത് സ്വന്തമായിട്ട് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DOCA അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ടു ലോഞ്ച് ആപ്സ് ടു എംപവർ കൺസ്യൂമേഴ്സ് ടു ഐഡൻറ്റിഫൈ ഡാർക്ക് പാറ്റേൺസ് ഓൺ വെബ്സൈറ്റ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യാൻ, ഐഡൻറ്റിഫൈ ഡാർക്ക് പാറ്റേൺസ് ഓൺ വെബ്സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DOCA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ബീറ്റ് ബംഗ്ലാദേശ് ബൈ 41 runs ടു ക്ലിഞ്ച് വിമൻസ്
under-19 T20 ഏഷ്യ കപ്പ് ടൈറ്റിൽ. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ under-19 T20 വേൾഡ് കപ്പ് അല്ലെ ഏഷ്യ കപ്പ് വുമൻസ് ഏഷ്യ കപ്പ് ടൈറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ട് നേടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 41 റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത്. ഓപ്പണർ ജി തൃഷ മെയ്ഡ് എ ഡൗട്ടി 50 ബിഫോർ ദ ലെഫ്റ്റ് ആം troika of Ayushi Shukla, Sonam Yadav and Parunika Sisodia spun web around Bangladesh batters as India scored a 41-run win to emerge champions in the inaugural Women's T20 Under-19 Asia Cup. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇന്ത്യയാണ് വിന്നർ ഓഫ് ഏഷ്യ കപ്പ് under-19 വുമൻസ് ഏഷ്യ കപ്പ് ടൈറ്റിൽ ജയിച്ചത്. ഇന്ത്യയാണ് ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത് 41 റൺസിന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കേജ്രിവാൾ അനൗൺസസ് അംബേദ്കർ സ്കോളർഷിപ്പ് ഫോർ ഫ്രീ ഫോറിൻ എഡ്യൂക്കേഷൻ ഓഫ് ദളിത് സ്റ്റുഡൻസ് ഇൻ ഡൽഹി. അപ്പോൾ കേജ്രിവാൾ അംബേദ്കർ സ്കോളർഷിപ്പ് ലോ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫോർ ഫ്രീ ഫോറിൻ എഡ്യൂക്കേഷൻ ഓഫ് ദളിത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻ ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് വായിക്കാം. ആം ആദ്മി പാർട്ടി സുപ്രീമോ അരവിന്ദ് കെജ്രിവാൾ അനൗൺസ്ഡ് ആൻ അംബേദ്കർ സ്കോളർഷിപ്പ് ഫോർ ഫ്രീ ഫോറിൻ എഡ്യൂക്കേഷൻ ഓഫ് ദ സിറ്റീസ് ദളിത് സ്റ്റുഡൻസ്. ദളിത് സ്റ്റുഡൻസിൻ്റെ ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അംബേദ്കർ സ്കോളർഷിപ്പാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. Under the scheme, any Dalit student from Delhi will be able to receive education in foreign universities. അപ്പോൾ ഈ സ്കീമിൻ്റെ അണ്ടറിൽ ദളിത് സ്റ്റുഡൻസിന് ഇന്ത്യയിലത്തെ അതായത് ഡൽഹിയിലത്തെ ദളിത് സ്റ്റുഡൻസിന് ഫോറിൻ എഡ്യൂക്കേഷൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് റിസീവ് എഡ്യൂക്കേഷൻ ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദേ ഗെറ്റ് അഡ്മിഷൻ ടു എനി സച്ച് യൂണിവേഴ്സിറ്റി ദ ഡൽഹി ഗവൺമെൻറ് വിൽ ബെയർ ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതായത് എഡ്യൂക്കേഷൻ്റെ ചാർജ് മാത്രമല്ല ട്രാവലിംഗ് എക്സ്പെൻസും അതേപോലെ അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് അടക്കം അതായത് ഹോസ്റ്റൽ ഫീസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ് ബെയർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോറിനിൽ പോവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അവിടുത്തെ ദളിത് സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് ഒരു പൈസ പോലും മുടക്കാതെ എഡ്യൂക്കേഷൻ ചെയ്യാം, താമസിക്കാം, അതേപോലെ ട്രാവലിംഗ് എക്സ്പെൻസും ഫ്ലൈറ്റ് ചാർജസ് കാര്യങ്ങളൊക്കെ റീഫണ്ടബിൾ ആയിരിക്കും. പിന്നെ കേജ്രിവാൾ ഓൾസോ അനൗൺസ്ഡ് ദാറ്റ് ചിൽഡ്രൻ ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് വുഡ് ബി എലിജിബിൾ ഫോർ ദ സ്കോളർഷിപ്പ്, മേക്കിംഗ് ദ പ്രോഗ്രാം ഇൻക്ലൂസീവ് ഓഫ് എ ബോർഡർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇത് ഗവൺമെൻറ് അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ചിൽഡ്രനും ഇത് അപ്ലിക്കബിൾ ആണ്. അതായത് ബാക്കി സാധാരണക്കാർക്ക് മാത്രമല്ല ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കളായാലും അവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ഫോംസ് കമ്മിറ്റി ടു ലുക്ക് ഇൻ ടു IAFs ഇന്ത്യൻ എയർഫോഴ്സ് ഓവറോൾ കേപ്പബിലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് ടു ലുക്ക് ഇൻ ടു IAFs ഇന്ത്യൻ എയർഫോഴ്സസ് ഓവറോൾ കേപ്പബിലിറ്റി ഡെവലപ്മെൻറ്റിന്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RTE amendments 2024. Schools now allowed to fail class 5 and class 8 students. അപ്പോൾ RTE അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് 2024. സ്കൂൾസ് നൗ അലൗഡ് ടു ഫെയിൽ ക്ലാസ് 5 ആൻഡ് 8 സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് 5th ആൻഡ് 8th സ്റ്റുഡൻസിൽ 8th പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഫെയിൽ ചെയ്യാനുള്ള ഒരു ആക്ട് ഭേദഗതി വരുത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. In a major shift in school education policy, schools will now have the authority to fail students in class 5 and 8 if their performance does not meet required standards. The central government on Monday announced this amendment in the Right of Children and Free School Education Act 2010, RTE Act 2010. The new amendments allow states to hold regular exams for the students of class 5 and 8 and hold them back if they fail. These amendments come 5 years after RTE Act was amended in 2019. അപ്പോൾ ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് 2019-ലാണെങ്കിലും ഇപ്പോൾ ആക്റ്റിൽ വന്നത് ഇത് എന്താ പറയുക പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 5 years കഴിഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
Indians can travel to Malaysia without a visa for 30 days until December 2026. അപ്പോൾ ഇന്ത്യൻസിന് മലേഷ്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിസ ഇല്ലാതെ ഫോർ 30 ഡേയ്സ് അൺടിൽ ഡിസംബർ 2026 വരെ വിസ ഇല്ലാതെ മലേഷ്യയിലേക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മലേഷ്യ ഹാസ് ഒഫീഷ്യലി എക്സ്റ്റെൻഡഡ് ഇറ്റ്സ് വിസ എക്സെപ്ഷൻ ഫോർ ഇന്ത്യൻ നാഷണൽസ് അൺടിൽ ഡിസംബർ 31, 2026, അലവിങ് ദം ടു വിസിറ്റ് ദ കൺട്രി വിത്തൗട്ട് എ വിസ ഫോർ അപ് ടു 30 ഡേയ്സ്. 30 ദിവസം വരെ ആണെങ്കിൽ അവർക്ക് വിസ ഇല്ലാതെ മലേഷ്യ വിസിറ്റ് ചെയ്യാൻ സാധിക്കും. This announcement was made by Datuk Awang Alika Jaman, the Secretary General of Home Ministry, who emphasized that extension aligns with Malaysia's 2025 ASEAN chairmanship and the preparations for visit Malaysia year 2026. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ട്രൈ അൺവെയിൽസ് അപ്ഗ്രേഡഡ് വെബ്സൈറ്റ് വിത്ത് ന്യൂ ഫീച്ചേഴ്സ്, എയിംസ് ടു എൻഹാൻസ് ആക്സസിബിലിറ്റി ആൻഡ് പബ്ലിക് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്ഗ്രേഡഡ് വെബ്സൈറ്റ് അൺവെയിൽ ചെയ്തിരിക്കുകയാണ്, ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പുതിയ ഫീച്ചേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ എയിംസ് ടു എൻഹാൻസ് ആക്സസിബിലിറ്റി ആൻഡ് പബ്ലിക് എൻഗേജ്മെൻ്റ് ആണ് എയിം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക്, അതിൻ്റെ കണ്ടിന്യൂഷൻ 3rd പേജിലും കൂടി ഉണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ന്യൂസാണ്, എല്ലാ ഇൻഫർമേഷനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ 3 പേജ് ആയത് അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പൂനാവാല ഫിൻകോർപ്പ് ഇൻട്രൊഡ്യൂസസ് AI ഇൻ ഇറ്റ്സ് HR പ്രോസസ്സസ്. അപ്പോൾ പൂനാവാല ഫിൻകോർപ്പ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ HR പ്രോസസ്സസിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Poonawalla Fincorp, a non-banking finance company under the Cyrus Poonawalla Group, announced its adoption of artificial intelligence in human resource processes to manage risks and improve hiring accuracy. The phased implementation has reduced the time taken to finalize job offers from about 10 days to less than a day, cutting time and operational costs by 90%. അപ്പോൾ HR ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഹയറിംഗ് അക്യുറസി ആൻഡ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിനെ വെറും 1 ദിവസം കൊണ്ട്, ലെസ് ദാൻ എ ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1 ദിവസത്തിലും കമ്മി ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ബാസ്കറ്റ്ബോൾ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 21 ഡിസംബർ ആണ്. അപ്പോൾ 21 ഡിസംബർ ആണ് വേൾഡ് ബാസ്കറ്റ്ബോൾ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് വായിക്കാം. ഓൺ 25th August 2023, the General Assembly adopted Resolution A/RES/77/324 proclaiming 21st December as a World Basketball Day. അപ്പോൾ 2023 August 25th പ്രൊക്ലെയിം ചെയ്തത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.